ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീടുകളിൽ സാനിറ്റൈസർ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. സാനിറ്റൈസറിന്റെ ഉപയോഗം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോവിഡ് വൈറസുകളെ പ്രതിരോധിക്കുന്നതിന്, അതിജീവിക്കുന്നതിന് സാനിറ്റൈസർ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. നമ്മുടെ വീടുകളിൽ നമുക്ക് തന്നെ സാനിറ്റൈസർ നിർമ്മിച്ചാൽ നമ്മുടെ ചെലവ് വളരെ കാര്യമായി കുറയ്ക്കാമെന്നുള്ളതാണ് വീടുകളിലെ സാനിറ്റൈസർ നിർമ്മാണത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സാനിറ്റൈസർ നിർമ്മാണം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അതിനാവശ്യമായ സാധനങ്ങൾ: ഒന്ന്, ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ്. 2, ഗ്ലിസറിൻ ആണ്. മൂന്നാമത്തേത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇനി ഞാൻ അതിന്റെ അളവുകളിലേക്കൊന്ന് പോകാം. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ 100 ml, ഗ്ലിസറിൻ 25 ml, ഹൈഡ്രജൻ പെറോക്സൈഡ് 25 ml. അതിന് കൂടത്തിൽ അതിന്റെ സ്ട്രെങ്ത്, വീര്യം വർദ്ധിപ്പിക്കുന്നതിനായി നമുക്ക് 2 മുതൽ 4 തുള്ളി വരെ പുൽത്തൈലം, ഗ്രാസ് ഓയിൽ അതിന് കൂടത്തിൽ ചേർത്താൽ വീര്യം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അതിന് ഊഷ്മളമായ ഒരു നാച്ചുറൽ സ്മെല്ല് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. സാനിറ്റൈസർ നിർമ്മാണത്തിന് ആൽക്കഹോൾ വളരെ അത്യാവശ്യ ഘടകമാണ്. ആൽക്കഹോൾ ഇല്ലാതെ സാനിറ്റൈസർ നിർമ്മിക്കാൻ പറ്റില്ല. നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ഈ 3 സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. നമുക്ക് വേണ്ടത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ്. 70% വീര്യമുള്ള ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. അത് സാധാരണഗതിയിൽ 400 ml ബോട്ടിലുകളായിട്ടാണ് കിട്ടുന്നത്. ഏകദേശം ഒരു 200 രൂപ വിലയായിരിക്കും. അത് നീതി സ്റ്റോറുകളിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ വിലയിൽ അല്പം കുറവും ഉണ്ടാകും. ഒരു 174-75 രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടും. രണ്ടാമത്തെ സാധനമായ ഗ്ലിസറിനും നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. 100 ml ബോട്ടിലുകളായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തേത് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. 100 ml ബോട്ടിലുകളായിട്ടാണ് മേടിക്കാൻ കിട്ടുന്നത്. ഇനി നമ്മൾ നിർമ്മാണ രീതിയിലേക്കൊന്ന് കിടക്കുന്നു. 100 ml ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഉപയോഗിച്ച് എങ്ങനെ സാനിറ്റൈസർ നിർമ്മിക്കാമെന്നുള്ള രീതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നത്. സാധാരണ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടുന്ന ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ 400 ml ഈ രീതിയിലുള്ള 1/2 ലിറ്ററിന്റെ ബോട്ടിലുകളിലായിട്ടാണ് വരുന്നത്. അതിൽ നിന്ന് നമ്മളൊരു 100 ml അളന്നെടുക്കുക. 100 ml അളന്നെടുത്ത് ഞാൻ 100 ml ഒരു ബോട്ടിലിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ 100 ml ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ജാറിനുള്ളിലേക്ക് ഒഴിക്കുക. 100 ml ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ പ്ലാസ്റ്റിക് ജാറിനുള്ളിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം അതിലേക്ക് നമ്മൾ 25 ml ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ സാധാരണഗതിയിൽ ഈ രീതിയിലാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. 100 ml കുപ്പികൾ ഈ രീതിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഏകദേശം ഒരു 30 രൂപ റേഞ്ചുകളിലായിരിക്കും ഇതെല്ലാം കിട്ടുന്നത്. അതിൽ നിന്ന് ഒരു 25 ml അളന്നെടുത്ത് നമ്മൾ
നേരത്തെ ഒഴിച്ചിരുന്ന ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇളക്കി യോജിപ്പിക്കുക. 100 ml ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളിലേക്ക് 25 ml ഗ്ലിസറിൻ നമ്മൾ ആദ്യമേ ചേർക്കുന്നു. അത് നന്നായിട്ട് ലയിച്ച് ചേരുന്ന സമയം വരെ ഇളക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ അടുത്ത സാധനം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഞാൻ 25 ml ഇവിടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രീതിയിലുള്ള ബോട്ടിലുകളിലാണ് കിട്ടുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് 100 ml നിന്ന് 25 ml അളന്നെടുത്ത് നമ്മൾ ജാറിനുള്ളിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ നമുക്ക് വീടുകളിൽ നിർമ്മിക്കേണ്ട സാനിറ്റൈസർ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 സാധനങ്ങളും നമ്മൾ ഈ ജാറിനുള്ളിലേക്ക് ഒഴിച്ചു. ആദ്യമേ നമ്മൾ ഒഴിച്ചത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ്, അത് 100 ml. രണ്ടാമത് നമ്മൾ യോജിപ്പിച്ച ഗ്ലിസറിനാണ്, അത് 25 ml മതി. മൂന്നാമത് നമ്മൾ യോജിപ്പിച്ചത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്, അതും 25 ml. ഇനി നമുക്ക് ഒരു 2 മുതൽ 4 തുള്ളി വരെ പുൽത്തൈലം അതിലേക്ക് ചേർക്കാം. പുൽത്തൈലം ചേർക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സാനിറ്റൈസറിൻ്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അതിന് ഊഷ്മളമായ ഒരു നാച്ചുറൽ സ്മെല്ല് കിട്ടുന്നതിനുമാണ്. ഒരു 4 ഡ്രോപ്പിൻ്റെ ആവശ്യമുള്ളൂ. അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളുടെ പുറത്ത് നീറ്റൽ അനുഭവപ്പെടും. നമ്മളൊരു 4 ഡ്രോപ്പ് മാത്രം ഒഴിക്കുക. രണ്ട്, 3, 4 അത്രയും നമ്മൾ ഒഴിച്ചാൽ മതി. അതിൽ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൽക്കഹോളിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഒഴിക്കുന്ന പുൽത്തൈലത്തിൻ്റെ ഡ്രോപ്സും നമുക്ക് കൂട്ടാം. ഇപ്പം നമ്മൾ വീടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നതിനാവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ഈ ജാറിലേക്ക് യോജിപ്പിച്ച് കഴിഞ്ഞു. ആദ്യത്തേത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, രണ്ടാമത്തേത് ഗ്ലിസറിൻ, മൂന്നാമത്തേത് ഹൈഡ്രജൻ പെറോക്സൈഡ്, നാലാമത്തേത് 2 മുതൽ 4 വരെ പുൽത്തൈലം പെർഫ്യൂം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കേണ്ട ഹോം സാനിറ്റൈസറിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞ് പരസ്പരം യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ വീര്യമുള്ള ഹോം സാനിറ്റൈസർ നമുക്ക് നിർമ്മിക്കുന്നതിന് സാധിച്ചു. ഇത് നമ്മൾ 100 ml കുപ്പികളിലേക്ക് പകർന്ന് നമുക്ക് ഉപയോഗത്തിന് വേണ്ടി റെഡിയാക്കാം. 100 ml കുപ്പികളിൽ ഒന്നിൽ പമ്പ് സൈസിലുള്ള കുപ്പികളുണ്ട്, ഈ രീതിയിലുള്ള കുപ്പികളുണ്ട്. അതല്ല എങ്കിൽ ഇപ്പോൾ പമ്പ് ലഭ്യമല്ലാത്തത് കൊണ്ട് ഡ്രോപ്പർ ക്യാപ്പിൻ്റെ കുപ്പികളാണ്, ഡ്രോപ്പർ ക്യാപ്പ്. അപ്പോൾ ഡ്രോപ്പർ ക്യാപ്പിൻ്റെ ഇതുപോലുള്ള കുപ്പികളിൽ 100 ml നീളമുള്ള കുപ്പികളാകുമ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഈ ഡ്രോപ്പർ ക്യാപ്പ് ഇങ്ങനെ വലിച്ചാൽ അത് തുറന്നു വരും. എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചാൽ നമ്മുടെ കൈകളിലേക്ക് ഡ്രോപ്പായിട്ട് വീണോളും. അപ്പോൾ ഇത്തരത്തിലുള്ള കുപ്പികളിൽ നമ്മൾ നിറച്ചാൽ മതി. ഇനി സാനിറ്റൈസർ നിർമ്മാണത്തിന് രണ്ടാമത്തെ രീതിയുണ്ട്. ഇത് വളരെ നേർപ്പിക്കപ്പെട്ട ഒരു രീതിയാണ്. വെള്ളത്തിൻ്റെ രീതിയിലിരിക്കുന്ന ഒരു രീതിയിലുള്ള സാനിറ്റൈസറാണ്. രണ്ടാമത്തെ രീതി തിക്കായിട്ടുള്ള സാനിറ്റൈസർ നിർമ്മിക്കുന്ന രീതിയാണ്. തിക്കായിട്ടുള്ള സാനിറ്റൈസർ നിർമ്മിക്കുന്നതിന് നമ്മൾ അലോവേര ജെല്ല് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. അത് മാത്രമേ അതിന് വ്യത്യാസമുള്ളൂ. പക്ഷേ അളവുകളിൽ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമുണ്ട്. അലോവേര ജെല്ല് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സാനിറ്റൈസറിൻ്റെ വീര്യം കുറയാതിരിക്കുന്നതിന് വേണ്ടി ആൽക്കഹോളിൻ്റെ അളവ് കൂട്ടേണ്ട ആവശ്യമുണ്ട്. അലോവേര ജെല്ല് വളരെ തിക്കായിട്ടുള്ള കുറുകിയിരിക്കുന്ന സാധനമാണ്. നമ്മൾ ആദ്യമേ അലോവേര ജെല്ല് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന രീതിയിൽ എടുക്കേണ്ട അളവുകൾ ഞാനൊന്ന് പറയാം. ഒന്നാമതായിട്ട് നമ്മൾ എടുക്കേണ്ട ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ്. ആൽക്കഹോൾ ഇല്ലാതെ നമുക്ക് സാനിറ്റൈസർ നിർമ്മിക്കാൻ പറ്റത്തില്ല. സാനിറ്റൈസറിൻ്റെ അണുനശീകരണ ശക്തിയുള്ള സാധനം, ഏറ്റവും കൂടുതൽ അണുനശീകരണ ശക്തിയുള്ള സാധനം അല്ലെങ്കിൽ അണുനശീകരണ പ്രവർത്തനം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽക്കഹോളാണ്. അതുകൊണ്ട് ആൽക്കഹോൾ ഇല്ലാതെ യാതൊരു കാരണവശാലും സാനിറ്റൈസർ നിർമ്മാണം നടക്കില്ല. അപ്പോൾ
തിക്കായിട്ടുള്ള സാനിറ്റൈസർ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഞാൻ സൂചിപ്പിച്ചു. അലോവേര അല്ലെങ്കിൽ കറ്റാർ വാഴയുടെ ജെല്ല് നമ്മൾ ഈ കൂട്ടത്തിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. കറ്റാർ വാഴയുടെ ജെല്ല് ചേർക്കുന്ന സമയത്ത് നമ്മുടെ അളവുകളിൽ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അളവുകൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ 250 ml എടുക്കേണ്ട ആവശ്യമുണ്ട്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ 250 ml. രണ്ടാമത്തെ നമ്മൾ കറ്റാർവാഴ ജെല്ലാണ്, അലോവേര ജെല്ല്. അലോവേര ജെല്ല് നമ്മൾ 100 ഗ്രാം എടുക്കേണ്ട ആവശ്യമുണ്ട്. അലോവേര ജെല്ല് 100 ഗ്രാം. മൂന്നാമത്തത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ 50 ml എടുത്താൽ മതി. ഗ്ലിസറിൻ 50 ml. ഹൈഡ്രജൻ പെറോക്സൈഡ് 50 ml. ഇനി നമ്മൾ പുൽത്തേലത്തിന്റെ സ്മെല്ല് കൊടുക്കുന്നതിന് വേണ്ടി, അതിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുൽത്തേലം നമുക്ക് ചേർക്കാം. പുൽത്തേലം ചേർക്കുമ്പോൾ അത് 8 മുതൽ 10 തുള്ളി വരെ ചേർക്കാം. 8 മുതൽ 10 തുള്ളി വരെ പുൽത്തേലം ചേർക്കാം. ഞാൻ അളവുകൾ ഒന്നുകൂടി പറയുന്നു. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ 250 ml. കറ്റാർവാഴ ജെല്ല് അല്ലെങ്കിൽ അലോവേര ജെല്ല് 100 ml, 100 ഗ്രാം. മൂന്നാമത്തെ നമ്മൾ ഗ്ലിസറിൻ 50 ml. ഹൈഡ്രജൻ പെറോക്സൈഡ് 50 ml. പുൽത്തൈലം 8 മുതൽ 10 വരെ തുള്ളികൾ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കട്ടി കൂടിയ, തിക്നെസ് കൂടിയ സാനിറ്റൈസർ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കേണ്ട സാധനങ്ങളുടെ അളവ്. ഈ തയ്യാറാക്കുന്ന രീതി: ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിലേക്ക് ഗ്ലിസറിൻ യോജിപ്പിക്കുക, അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ലയിപ്പിക്കുക, അതിനുശേഷം അതിലേക്ക് കറ്റാർവാഴ ജെല്ല് യോജിപ്പിക്കുക. കറ്റാർവാഴ ജെല്ല് വളരെ തിക്കായതുകൊണ്ട് അത് യോജിപ്പിക്കുന്നതിനുള്ള എളുപ്പമാർഗം, കറ്റാർവാഴ ജെല്ല് ആദ്യം നമ്മുടെ പാത്രത്തിലേക്ക് എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഹൈഡ്രജൻ പെറോക്സൈഡും ഗ്ലിസറിനും ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും കൂടി ലയിപ്പിച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നുകൂടി പറയാം. ഗ്ലിസറിൻ, കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര ജെല്ല് കട്ടി കൂടിയ സാധനമായതുകൊണ്ട് അതിലേക്ക് വേണം ബാക്കിയുള്ള മിശ്രിതങ്ങളെല്ലാം കൂടെ ലയിപ്പിച്ചിരിക്കുന്നത് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാൻ. അതാണ് നമുക്ക് യോജിപ്പിക്കുന്നതിന് എളുപ്പത്തിൽ സാധിക്കുന്ന രീതി. കറ്റാർവാഴ ജെല്ലിലേക്ക് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും ഗ്ലിസറിനും ഹൈഡ്രജൻ പെറോക്സൈഡും കൂടി ലയിപ്പിച്ച് വെച്ചിരിക്കുന്ന ദ്രാവകം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത്. അത് പൂർണ്ണമായിട്ട് ലയിച്ചു വരുന്ന സമയത്ത് നമുക്ക് പുൽത്തൈലം 8 മുതൽ 10 വരെ തുള്ളികൾ അതിനകത്തേക്ക് ഒഴിച്ച് അലോവേര ജെല്ല് ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള കട്ടി കൂടിയ സാനിറ്റൈസർ നിർമ്മിക്കാം. അപ്പോൾ സാനിറ്റൈസർ നിർമ്മാണം ഈ 2 രീതികളിലാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ സാധിക്കുന്നത്. ഒന്നാമത്തത് നമ്മൾ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അലോവേര ജെല്ല് ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന നിർമ്മാണ രീതിയാണ്. ആ നിർമ്മാണ രീതിയുടെ ചെലവ് വളരെ കുറവായതുകൊണ്ട് നമ്മുടെ വീടുകളിലെ ഉപയോഗത്തിന് ഏറ്റവും അഭികാമ്യമായ രീതി ജെല്ല് ഉപയോഗിക്കാത്ത രീതി തന്നെയാണ്. നമുക്ക് വീടുകളിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ സാനിറ്റൈസർ ഉണ്ടാക്കുന്നതിന് ആ രീതിയിൽ സാധിക്കും. കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് വില കൂടുതലായതുകൊണ്ട് അതിൻ്റെ ചിലവ് അല്പം കൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അമിതമായ ഗുണങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അല്പം കൂടെ തണുപ്പിൻ്റെ അംശം കൂട്ടുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ചർമ്മത്തിന് അല്പം കൂടെ സുഖകരമാകും എന്നുള്ളതും മാത്രമാണ് കറ്റാർവാഴ ജെല്ല് ചേർക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഗുണം. അത് ചെലവ് കൂട്ടുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഉൽപാദന ചെലവ് കൂട്ടും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് നമുക്ക് വീടുകളിലെ ഉപയോഗത്തിന് പോകേണ്ട ആവശ്യമില്ല. വീടുകളിലെ ഉപയോഗത്തിന് സാധാരണ രീതിയിലുള്ള ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും ഗ്ലിസറിനും ഹൈഡ്രജൻ പെറോക്സൈഡും ഉപയോഗിച്ചാൽ മതി. ഗ്ലിസറിൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൈകൾക്ക് കുളിർമ നൽകുന്ന കാര്യം അതിൽ കൂടി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാതെ നമ്മൾ സാനിറ്റൈസർ ഉണ്ടാക്കുന്നത് കൊണ്ട് യാതൊരു പോരായ്മയും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് വൈറസുകളെ അതിജീവിക്കുന്നതിന്, പ്രതിരോധിക്കുന്നതിന് നമ്മുടെ വീടുകളിൽ നമുക്ക് സാനിറ്റൈസർ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി നമ്മൾ പുറത്തു പോയിട്ട് വരുന്ന എല്ലാ സമയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം എടുത്ത് ഉപയോഗിക്കുന്ന സമയങ്ങളിലെല്ലാം
അതിനുശേഷം നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ നന്നായിട്ട് തിരുമുന്ന സാഹചര്യത്തിൽ വൈറസുകളുടെ സാന്നിധ്യം പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് സാനിറ്റൈസറിന്റെ ഉപയോഗം മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാനിറ്റൈസറിന്റെ ചെലവ് പരമാവധി കുറച്ചു നിർത്തുന്നതിന് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് വീടുകളിൽ സാനിറ്റൈസർ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ സാധനങ്ങളും, നമ്മുടെ വീടുകളിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയാണ് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാശ്രയത്വത്തിനായി ഓരോ വീട്ടിലെ ആൾക്കാരെ സ്വന്തം കാലിൽ നിൽക്കുന്നതിനായി ഭാരതീയരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഏറ്റവും വലിയ മന്ത്രോച്ചാരണം. അതുകൊണ്ട് സ്വദേശി സാനിറ്റൈസർ ഉണ്ടാക്കുന്ന പ്രവർത്തന പരിപാടിയിലേക്ക് നമുക്കെല്ലാവർക്കും കൈകോർത്ത് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.